ഹലോ എവ്രി വൺ, വെൽക്കം ടു 99 അക്കാദമി. കേരള PSC ഇന്ന് നടത്തിയ കെയർ ടേക്കർ എന്ന പരീക്ഷയുടെ ആൻസർ കീ ഡിസ്കഷൻ വീഡിയോയിൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം ഏതാണ്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ചമ്പാര സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ പണിമുടക്ക്, സ്വദേശി പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം ഓപ്ഷൻ സി സ്വദേശി പ്രസ്ഥാനം. രണ്ടാമത്തെ ചോദ്യം, 1857 കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെയും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളും താഴെ സൂചിപ്പിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ കാൺപൂർ നാനാ സാഹിബ്. മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഇതിൽ ശരിയായ ജോഡി ഏതെന്ന് കണ്ടെത്താനാണ് ചോദിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. നാലാമത്തെ ചോദ്യം, ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി, ചൈനീസ് വിപ്ലവം. അഞ്ചാമത്തെ ചോദ്യം, 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത്? 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചതാരാണ്? ഉത്തരം ഓപ്ഷൻ സി, AK ഗോപാലൻ. ആറാമത്തെ ചോദ്യം, എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത? ഓപ്ഷൻ എ, സഫ്രീന ലത്തീഫ്. ഏഴാമത്തെ ചോദ്യം, ഹവായി, ഫ്രഞ്ച് പോളിനേഷ്യ, സോമോ എന്നീ ദ്വീപ സമൂഹങ്ങൾ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ശാന്തസമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ആർട്ടിക് സമുദ്രം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ, ശാന്തസമുദ്രം. എട്ടാമത്തെ ചോദ്യം, വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് വിധേയമാകുന്നതിൻ്റെ കാരണങ്ങൾ ശരിയായവ കണ്ടെത്തുക. കാരണങ്ങൾ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഭൂഗുരുത്വാകർഷണ ബലം, ഉപരിതല ഫലകങ്ങളുടെ ചലനം, ചന്ദ്രനിൽ നിന്നുള്ള ആകർഷണം, ദുർബലമായ ഫലക അതിരുകൾ. ഇതിൽ ഭ്രംശമേഖല കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് വിധേയമാകുന്നതിൻ്റെ കാരണങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ഒമ്പതാമത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ, പൂവൻ. പത്താമത്തെ ചോദ്യം, ദേശീയ ജലപാതകളുടെ പ്രാധാന്യം വർദ്ധിക്കുകയും പുതിയ പ്രദേശങ്ങൾ ജലപാതകളുടെ ഭാഗമാവുകയും ചെയ്യുന്നു. ഇതിൽ ദേശീയപാത 5 NW5-5 ബന്ധിപ്പിക്കുന്ന പ്രധാന മേഖലകൾ. ഉത്തരം ഓപ്ഷൻ ഡി, ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ. പതിനൊന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ധാതു സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗവും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായി കാണപ്പെടുന്നു. കോർബ, ദന്തേവാഡ തുടങ്ങിയ ഖനന മേഖലകൾ ഏത് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്? ഉത്തരം ഓപ്ഷൻ സി, ഛത്തീസ്ഗഡ്. 12ാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മഡഗാസ്കർ ദ്വീപ സമൂഹങ്ങളിൽ നാശനഷ്ടം വിതച്ചിരുന്നു. ഈ ചുഴലിക്കാറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി, അൽവാരോ.
13ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ദേശീയ ആസൂത്രണ സമിതി 1938, ബോംബെ പദ്ധതി 1944, ആസൂത്രണ കമ്മീഷൻ രൂപീകരണം 1950, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ വ്യാവസായിക നയം 1956. ഇതിൽ തെറ്റായ ജോഡി ഏതെന്നാണെന്ന് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് തെറ്റ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വ്യാവസായിക നയം 1956 എന്നുള്ളതാണ് തെറ്റായ ജോഡി. 14ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന വന്നിരിക്കുന്നു. 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടു. രണ്ടാമത്തെ പ്രസ്താവന 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. മൂന്നാമത്തെ പ്രസ്താവന 1770 ആരംഭിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഇതിൽ ബാങ്കിംഗ് മേഖലയുമായിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന് ചോദ്യം. ഓപ്ഷൻ സി ആണ് ആൻസർ. 15ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട ആശയമേത്? തന്നിരിക്കുന്നു. ഫസ്റ്റ് പോയിന്റ് സമ്പത്തിനെ കുറിച്ചുള്ള പഠനം, രണ്ടാമത്തെ പോയിന്റ് ലെസെ ഫെയർ സിദ്ധാന്തം, മൂന്നാമത്തെ പോയിന്റ് മിച്ചമൂല്യ സിദ്ധാന്തം. ഇതിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട ആശയം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ. 16ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന വന്നിരിക്കുന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദന വർധനവ്. രണ്ടാമത്തെ പ്രസ്താവന ഭക്ഷ്യ സ്വയം പര്യാപ്തത. മൂന്നാമത്തെ പ്രസ്താവന ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ഇതിൽ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏതെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. മൂന്നും ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകളാണ്. 17ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവരിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളവർ ആരെല്ലാം? തന്നിരിക്കുന്നു. ശക്തികാന്ത ദാസ്, KR പുരി, മൻമോഹൻ സിംഗ്. ഇവരിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളവർ ഓപ്ഷൻ ബി, 3 പേരും. 18ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. രണ്ടാമത്തെ പ്രസ്താവന ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. മൂന്നാമത്തെ പ്രസ്താവന ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി, 2ഉം 3ഉം ആണ് ശരിയായ പ്രസ്താവനകൾ. 19ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ 2024 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നു. 3 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. അതാണ് ഒന്നാമത്തെ പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന 7 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള വരുമാനത്തിന് 15% നികുതിയാണ്. മൂന്നാമത്തെ പ്രസ്താവന 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിന് 30% നികുതി. ഇതിൽ 2024 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതെന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം. 20ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവരിൽ ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ? 20ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ, HC മുഖർജി, VT കൃഷ്ണമാചാരി. 21ാമത്തെ ചോദ്യം, ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്? ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ബി, അയർലൻഡ്. 22ാമത്തെ ചോദ്യം, പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, അനുച്ഛേദം 360.
23-ാമത്തെ ചോദ്യം 1985 പാസ്സാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത 52-ാം ഭേദഗതി ഏത് വിഷയമാണ് പ്രതിപാദിക്കുന്നത്? 23-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ കൂറുമാറ്റ നിരോധന നിയമം. 24 കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ വനം വൈദ്യുതി, ഓപ്ഷൻ ബി വാഹന നികുതി ജലസേചനം, ഓപ്ഷൻ സി ഇൻഷുറൻസ് കറൻസി നാണയങ്ങൾ, ഓപ്ഷൻ ഡി വിദേശ വായ്പകൾ നിധിശേഖരങ്ങൾ. ഇതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതാണ് ശരിയായിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ എ വനം വൈദ്യുതി. 25-ാമത്തെ ചോദ്യം ഇപ്പോഴത്തെ അതായത് 2025-ലെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? 25-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഹീരാലാൽ സമരിയ. 26-ാമത്തെ ചോദ്യം നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? 26 ഓപ്ഷൻ സി അശ്വനി വൈഷ്ണവ്. 27 കൂറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് 10-ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം ചുവടെ തന്നിരിക്കുന്നവരിൽ ആർക്കാണ് അധികാരമുള്ളത്? ഉത്തരം ഓപ്ഷൻ എ സ്പീക്കർ. 28-ാമത്തെ ചോദ്യം കേരളത്തിലെ ആരോഗ്യവകുപ്പ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ഉഷസ്. 29-ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയിലാണ് മനസ്വിനി എന്ന പേരിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ സി കോട്ടയം. 30-ാമത്തെ ചോദ്യം കേരള സർക്കാർ സംസ്ഥാന രൂപീകരണത്തിൻ്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ഇവരിൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി പി സദാശിവം. 31-ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് 2 തവണ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളത്? 2 തവണ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഡി ശ്രീദേവി. 32-ാമത്തെ ചോദ്യം കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ അതായത് 2025-ലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ജസ്റ്റിസ് ജി ശശീന്ദ്രൻ. 33-ാമത്തെ ചോദ്യം ഇപ്പോഴത്തെ അഥവാ 2025-ലെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ഓപ്ഷൻ ബി കെ സച്ചിദാനന്ദൻ. 34-ാമത്തെ ചോദ്യം തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം. തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം ഓപ്ഷൻ എ മെനിഞ്ചസ്. 35-ാമത്തെ ചോദ്യം കാൽസ്യം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? കാൽസ്യം കുറയുന്നത് മൂലമുണ്ടാകുന്നത് ഓസ്റ്റിയോപോറോസിസ്. 36-ാമത്തെ ചോദ്യം ചുവടെ നൽകിയിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? ബാക്ടീരിയ രോഗം അല്ലാത്തത് ഓപ്ഷൻ ബി നിപ്പ. ബാക്കിയെല്ലാം ബാക്ടീരിയ രോഗങ്ങളാണ്. നിപ്പ വൈറസ് രോഗമാണ്. 37-ാമത്തെ ചോദ്യം വൺ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം ഏതാണ്? വൺ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം ഓപ്ഷൻ ഡി മനുഷ്യൻ മൃഗങ്ങൾ പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചിട്ടുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുകയാണ് വൺ ഹെൽത്ത്. 38-ാമത്തെ ചോദ്യം കൊഴുപ്പടിഞ്ഞ രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഓപ്ഷൻ സി അതിറോസ്ക്ലെറോസിസ്. 39 കേരളത്തിൽ കടലിൻ്റെ സംഭരണശേഷി കുറയ്ക്കുന്നതിനുള്ള പ്രധാന കാരണം ഏതാണ്? ഓപ്ഷൻ സി മണൽ ഖനനം. 40
40-ാമത്തെ ചോദ്യം, ജെനസിസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്ന 2ാം സിമ്പോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ എ, ബാംഗ്ലൂരു. 41-ാമത്തെ ചോദ്യം, കേരളത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമായത് ഏത് പ്രദേശത്തിലാണ്? ഉത്തരം ഓപ്ഷൻ ബി, അരളം വന്യജീവി സങ്കേതം. 42-ാമത്തെ ചോദ്യം, റഡാറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം? ഉത്തരം മൈക്രോവേവ്. 43-ാമത്തെ ചോദ്യം, പർവ്വത പ്രദേശങ്ങളിൽ വെള്ളത്തിൻ്റെ തിളനിലയ്ക്ക് എന്ത് സംഭവിക്കുന്നു? പർവ്വത പ്രദേശങ്ങളിലെത്തുമ്പോൾ വെള്ളത്തിൻ്റെ തിളനില കുറയുന്നു. ഓപ്ഷൻ സി, കുറയുന്നു. 44-ാമത്തെ ചോദ്യം, ഭൂമിയുടെ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം g ആണെങ്കിൽ ഭൂമിയുടെ അതേ ഭാരവും ഇരട്ടി ആരവുമുള്ള ഒരു ഗ്രഹത്തിൻ്റെ ഗ്രാവിറ്റി മൂലം ഉള്ള ത്വരണം എന്തായിരിക്കും? ഉത്തരം ഓപ്ഷൻ എ, g/4. 45-ാമത്തെ ചോദ്യം, അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി? ഓപ്ഷൻ ഡി, ജുവാദി. 46-ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽപാളം ആയ ചെനാബ് റെയിൽപാളം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി, ജമ്മു കാശ്മീർ. അടുത്ത ചോദ്യം, ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവവുമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേര്? ഓപ്ഷൻ എ, ഐസോമറുകൾ. 48, വാതകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം മാനോമീറ്റർ. ഓപ്ഷൻ ബി, മാനോമീറ്റർ. അടുത്ത ചോദ്യം, ആവർത്തന പട്ടികയിൽ 17-ാം ഗ്രൂപ്പിൽ വരുന്ന മൂലക കുടുംബത്തിന് പറയുന്ന പേരെന്ത്? ഉത്തരം ഓപ്ഷൻ സി, ഹാലജനുകൾ. 50-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? AI ഡാറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ എ, ഛത്തീസ്ഗഡ്. 51-ാമത്തെ ചോദ്യം, രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ? ഓപ്ഷൻ ബി, വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ. 52-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വൈകുണ്ഠസ്വാമികളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? പ്രസ്താവന തന്നിരിക്കുന്നു, ബ്രിട്ടീഷുകാരെ വെന്നീജൻ എന്ന് വിളിച്ചു. 2-ാമത്തെ പ്രസ്താവന, സഹോദര സംഘം സ്ഥാപിച്ചു. 3-ാമത്തെ പ്രസ്താവന, മോക്ഷപ്രദീപം ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ്. 4-ാമത്തെ പ്രസ്താവന, സ്വാമിത്തോപ്പിൽ ജനിച്ചു. ഇതിൽ വൈകുണ്ഠസ്വാമികളെ കുറിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ഡി, 1ഉം 4ഉമാണ് ശരിയായ പ്രസ്താവന. ബ്രിട്ടീഷുകാരെ വെന്നീജൻ എന്ന് വിളിച്ചു, സ്വാമിത്തോപ്പിൽ ജനിച്ചു. 53-ാമത്തെ ചോദ്യം, 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ജപ്പാൻ. ഓപ്ഷൻ സി, ജപ്പാനാണ് 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം. 54-ാമത്തെ ചോദ്യം, കേരള സംഗീതത്തിൻ്റെ അഗസ്റ്റ്യൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ ഭരണകാലത്തെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, സ്വാതി തിരുനാൾ. 55-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്ന് സാഹിത്യ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ആനുകാലികമേത്? ഓപ്ഷൻ എ, വിദ്യാവിലാസിനി. 56, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ഈ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ.
57ാമത്തെ ചോദ്യം, ഏത് ബഹിരാകാശ പേടകം വഴിയാണ് സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്? ഉത്തരം ഓപ്ഷൻ ഡി, ബോയിങ് സ്റ്റാർ ലൈനർ. 58ാമത്തെ ചോദ്യം, 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഓപ്ഷൻ ഡി, ഹാൻ കാങ്. 59ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് ഏത്? മെയിൻ മെമ്മറി സി, ഓപ്ഷൻ സി, റാം. ചുവടെ കൊടുത്തിരിക്കുന്നവ പൊരുത്തപ്പെടുത്തുക. ഇതിൽ കറക്റ്റ് മാച്ച് വരുന്ന ഓപ്ഷൻസ് ഏതാണ്? ഓപ്ഷൻ സി. അറുപത്തൊന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഗാച്ച് മീഡിയ അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി. 62ാമത്തെ ചോദ്യം, MS എഡ്ജ് എന്നത് എന്താണ്? MS എഡ്ജ് എന്നത് വെബ് ബ്രൗസർ. 63ാമത്തെ ചോദ്യം, നമ്മുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശേഖരിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഏതു തരം സൈബർ കുറ്റമാണ്? ഓപ്ഷൻ ഡി, സൈബർ സ്റ്റോക്കിംഗ്. 64ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കപ്പെട്ട വിവരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നിരസിക്കുന്ന ഉത്തരവിൽ വ്യക്തമാക്കേണ്ട വസ്തുത? ഓപ്ഷൻ ഡി, മേൽപ്പറഞ്ഞവയെല്ലാം. അപേക്ഷ നിരസിക്കുന്നതിനുള്ള കാരണങ്ങൾ, അപ്പീൽ അധികാരിയുടെ വിലാസം, അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി. 65ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതെന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, 1ഉം 3ഉം. 66ാമത്തെ ചോദ്യം, ഏത് പദവിയിലിരിക്കുന്ന ആളായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ? പദവിയിലിരുന്ന ആളായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഉത്തരം ഓപ്ഷൻ എ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. 67ാമത്തെ ചോദ്യം, 2005 ഗാർഹിക പീഡന നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അധ്യായങ്ങളുടെയും വകുപ്പുകളുടെയും എണ്ണം? ഉത്തരം ഓപ്ഷൻ എ, അധ്യായങ്ങൾ 5, വകുപ്പുകൾ 37. 68ാമത്തെ ചോദ്യം, പോക്സോ നിയമപ്രകാരം വിവരങ്ങൾ നൽകേണ്ടത് ആർക്കാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി, ബി അല്ലെങ്കിൽ സി, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ലോക്കൽ പോലീസിനോ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനോ. 2025 ജൂലൈ 1 മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി? ഓപ്ഷൻ ബി, അനുരാധ താക്കൂർ. 70ാമത്തെ ചോദ്യം, സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിൻ നടന്നത്? 70ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി.